നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി കേന്ദ്ര മത്സ്യ സാങ്കേതിക സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ മൂല്യവർദ്ധിത മത്സ്യ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തൽ എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി ആരംഭിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. INTUCക്ക് ഒരു നയമുണ്ട്. 2011 കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുകയും ഈ സംവിധാനത്തിന് വേണ്ടി ആശാപ്രവർത്തകർക്ക് വേണ്ടി, കേരളത്തിലെ ആശാപ്രവർത്തകർക്ക് വേണ്ടി മാത്രമല്ല സ്കീം വർക്കേഴ്സ് ആയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും, അംഗനവാടി ജോലിക്കാർക്കും, പാചക തൊഴിലാളികൾക്കും, പഞ്ചായത്തിന് അപൂർവമായിട്ടുള്ള സാക്ഷരതാ പ്രേരകന്മാർക്കും ഉൾപ്പെടെയുള്ള കേന്ദ്ര സ്കീം വർക്കേഴ്സിന് മുഴുവൻ മിനിമം വേതനം നടപ്പിലാക്കണമെന്ന രീതിയിലുള്ള ശക്തമായ മുദ്രാവാക്യങ്ങളും സമരങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നറിയിക്കുകയാണ്. ചില ആളുകളിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ആശയക്കുഴപ്പമുണ്ടാകാം, സംസാരത്തിന് തെറ്റിദ്ധാരണ ഉണ്ടാകാം എന്ന് സൂചിപ്പിക്കുന്നു. നമ്മൾ പലരും കണക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നുണ്ട്, വാദഗതികളുണ്ട്. ഒരു സമരം വരുമ്പോൾ, ശ്രദ്ധേയമായ സമരങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും മനുഷ്യർ എല്ലാവരും തന്നെ ഒത്തുകൂടുകയും അതിലേക്ക് കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്യുമ്പോൾ വിവാദപരമായ കാര്യങ്ങൾ കുറെ കൂടി, അത് സിനിമാ രംഗത്തായിക്കോട്ടെ, തോട്ടം തൊഴിലാളി മേഖലയിൽ ഉണ്ടായ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ സമരം ശ്രദ്ധേയമായി വന്നതുപോലെ ആശാപ്രവർത്തകർ നമുക്ക് ചെയ്ത പുണ്യപ്രവർത്തികളും അവരുടെ കടമകളും നമ്മൾ മറക്കാതിരിക്കുക എന്നാണ് ഈ സമരത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന്റെ വിജയത്തിന് വേണ്ടി അവസാനം വരെ നമ്മൾ മുന്നിട്ടിറങ്ങുന്നു. പ്രിയൻ പെരിഞ്ചേരി അധ്യക്ഷത വഹിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ ചടങ്ങിൽ സംസാരിച്ചു. INTUC ജില്ലാ സെക്രട്ടറി വിദ്യാ രമേശ്, ആശാവർക്കർമാരായ AR റീന, NA ആനി, VK നിബ, സ്റ്റെല്ല ഷാജു, KG രമ്യ, സുമിത സന്തോഷ്, SR ഇന്ദുലേഖ, AL ജെസി, ക്ലീന സിജോഷ്, KR ഗിരിജ, KN അജിത, NR ചന്ദ്രൻ, രാജൻ നടുവിൽ, MR രാമകൃഷ്ണൻ, ജോയ് പയ്യപ്പള്ളി, KF ജോസഫ്, ML ബെന്നി എന്നിവർ ഉപവസിച്ചു. അനൂപ് KP, ബാലു കനാൽ, NB ശ്രീജിത്ത്, EK ഷാജു, KG ബേബി എന്നിവർ നേതൃത്വം നൽകി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വായു മലിനമാക്കപ്പെടാതെ നമ്മൾ ശ്വസിക്കുകയും ഏറ്റവും ശുദ്ധമായ ജലം നമുക്ക് എല്ലാവർക്കും സുലഭമായി കിട്ടാവുന്ന രീതിയിലേക്ക് ലോകം മാറേണ്ടതിൻ്റെ ആവശ്യകത നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ ഉയർന്നു വരുന്നൊരു കാര്യമാണ്. നമ്മെ സംബന്ധിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ശുദ്ധമായ ജലം, നമ്മൾ ഇവിടെ ഉള്ള എല്ലാ കുട്ടികൾക്കും ശുദ്ധമായ ജലം ലഭ്യമാകുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നതാണ് ബ്ലോക്കിൻ്റെ പ്രാഥമികമായ ചുമതലയിൽപ്പെട്ട ഒന്നാണ്. ത്രിതല പഞ്ചായത്തുകളുടെ ചുമതലയിൽപ്പെട്ട ഒന്നാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ചേർപ്പ് ഗ്രാമോദ്ധാരണ സ്കൂളിലേക്ക് വാട്ടർ കിയോസ്ക് 5 ലക്ഷം രൂപ വകയിരുത്തി നമ്മൾ നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. ഏറ്റവും ശുദ്ധമായ ജലം എല്ലാവർക്കും ലഭ്യമാകുന്ന പ്രഥമ പരിഗണന തന്നെ ജലത്തിന് കൊടുക്കാവുന്ന രീതിയിലേക്കാണ് നമ്മളിതിനെ സംവിധാനം ചെയ്ത് ഒരുക്കുന്നത്. അതുമാത്രം പോരാ എന്നുകൂടെ ബ്ലോക്ക് പഞ്ചായത്തിന് ബോധ്യമുണ്ട്. കാരണം
കുടിവെള്ളം എന്ന് പറയുന്നത് വെള്ള ലഭ്യത എന്ന് പറയുന്നത് തന്നെ വലിയ പ്രയാസകരമായ അനുഭവമാണ്. അപ്പോൾ അത് തന്നെ ജലം ഉണ്ടാക്കിയെടുക്കുക, നമ്മുടെ മഴവെള്ളം ഇത്രയേറെ 6 മാസം 7 മാസം പെയ്യുന്ന മഴയുടെ വെള്ളം പോലും നമുക്ക് കൃത്യമായ രീതിയിൽ വിനിയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ മഴവെള്ള കൊയ്ത്തിന് ആഭിമുഖ്യത്തോട് കൂടിയിട്ടുള്ള സംഭരണികൾ, കിണർ റീചാർജിങ് ഒക്കെ നമ്മുടെ സ്ഥാപനങ്ങളിൽ, പൊതുസ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളം ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാക്കുന്ന കുട്ടികൾ ബ്ലോക്കിൻ്റെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു പോയി ബ്ലോക്കിൻ്റെ പദ്ധതിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വാട്ടർ കിയോസ്ക് നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്, ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും ഉദാഹരണപ്പോൾ നമ്മൾ വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചിട്ടുണ്ടാവും വിവിധ പഞ്ചായത്തുകളിലായിട്ട്. ഇനി നമ്മൾ പൂർത്തീകരിക്കാനായിട്ട് ഒരു 4 നമ്പറിൽ നമ്മൾ പൂർത്തീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. വെള്ളം എല്ലാ ജനങ്ങൾക്കും എത്തിക്കണം. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, VHSE എന്നീ വിഭാഗങ്ങളിലായി 1000-ലധികം വിദ്യാർത്ഥികളാണ് ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നത്. സ്കൂളിൽ വാട്ടർ കിയോസ്ക് നിർമ്മിച്ചു നൽകിയതിലൂടെ കുട്ടികൾക്ക് കുടിവെള്ളത്തിനായി ഇനി മുതൽ ശുദ്ധജലം ലഭിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ ജെറിൻ ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സുനിൽകുമാർ, NT സജീവൻ, TN ഉണ്ണികൃഷ്ണൻ, ഹെഡ്മാസ്റ്റർ CS രാജു, PTA പ്രസിഡന്റ് അലക്സി, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി CM അനീഷ് എന്നിവർ സംസാരിച്ചു. കൊച്ചി കേന്ദ്ര മത്സ്യ സാങ്കേതിക സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ മൂല്യവർദ്ധിത മത്സ്യ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തൽ എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി ആരംഭിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. ഉപകരണങ്ങളടക്കമാണ് നമുക്ക് ഇപ്പോൾ ഈ ട്രെയിനിങ് നൽകുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഈ ട്രെയിനിങ് എല്ലാവരും പ്രയോജനപ്പെടുത്തണം എന്നാണ് പറയാനുള്ളത്. ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ്. നമുക്ക് ഈ നമ്മുടെ രാമശേടൻ മുൻപ് ഒരുപാട് ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ നമ്മുടെ പരിധിയിൽ നമ്മുടെ പഞ്ചായത്തിലെ പല കർഷകർക്ക് നൽകിയിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളും ചെറിയൊരു യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പഞ്ചായത്തിൻ്റെ തിരക്കും കാര്യങ്ങളും കൊണ്ട് ഞങ്ങളുടെ ആ യൂണിറ്റ് മുന്നോട്ട് പോകുന്നില്ല. ഇനി സമയപരിധി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വേണം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ സാധ്യതകളുള്ള നല്ലൊരു മേഖലയാണ്. നമുക്ക് തീർച്ചയായും നമുക്കറിയാം, നമ്മുടെ കുടുംബശ്രീ സംവിധാനത്തിലൂടെയും അല്ലാതെയും ഒരുപാട് സംരംഭങ്ങൾ ചെയ്യാൻ നമുക്ക് അവസരങ്ങൾ ലഭിക്കുമ്പോഴും എല്ലാവരും ഒരേ ചിന്താഗതിയിലാണ് ചിന്തിച്ചു പോകുന്നത്. അപ്പോൾ തൊട്ടടുത്തടുത്തുള്ള എല്ലാവരും ഒരേ പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വിപണി നമുക്ക് വലിയൊരു വിഷയമാണ്. നമ്മളെപ്പോഴും മാറി ചിന്തിക്കണം. നമുക്ക് മറ്റുള്ളവർ ചിന്തിക്കാത്ത മേഖലയിൽ നമ്മൾ ചിന്തിക്കണം. ആ രീതിയിൽ നമ്മൾ പ്രവർത്തിച്ച് അതിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ എത്താനായിട്ട് ശ്രമിക്കണം. ശുചിത്വ മാർഗത്തിലൂടെ ഗുണനിലവാരമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തുന്നതിനുള്ള സംരംഭത്തിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ പരിശീലിപ്പിക്കുക എന്നതാണ് പരിശീലന പരിപാടിയുടെ ലക്ഷ്യം. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ഇന്നും നാളെയുമാണ് പരിശീലന പരിപാടി നടക്കുക. ചേർപ്പിലെ കേരധന്യം ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ കീഴിൽ പട്ടികജാതി വിഭാഗത്തിലുള്ള 20ഓളം മത്സ്യ കർഷകർക്കാണ് പരിശീലനം നൽകുന്നത്. സ്വിഫ്റ്റിലെ സീനിയർ ശാസ്ത്രജ്ഞരായ ഡോക്ടർ SJ ലാലി, ഡോക്ടർ KA മാർട്ടിൻ സേവ്യർ, സയന്റിസ്റ്റ് ER പ്രിയ, ടെക്നിക്കൽ ഓഫീസർമാരായ PD പത്മരാജ്, ഡോക്ടർ PA അനീഷ് എന്നിവർ പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകി. പെരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ മുന്നോടിയായി ക്ഷേത്രത്തിൽ മിനുക്കു പ്രവർത്തികൾ ആരംഭിച്ചു. തമിഴ്നാട് അടിയാർ നിന്നുള്ള തീർത്ഥാടന സംഘത്തിന്റെ നേതൃത്വത്തിലാണ് മിനുക്കു പ്രവർത്തികൾ നടക്കുന്നത്. വിളക്കുകൾ, തൂക്കുവിളക്കുകൾ, കൈപ്പന്തങ്ങൾ, നാഴി, പൂജാപാത്രങ്ങൾ, കുത്തുവിളക്ക് തുടങ്ങിയവയും പിച്ചള പൊതിഞ്ഞ പീഠം, കലശപൂജയ്ക്കുള്ള പാത്രങ്ങൾ, ക്ഷേത്രനട വാതിലുകൾ തുടങ്ങിയവയാണ് മിനുക്കുപണികൾ നടക്കുന്നത്. കുട്ടികളും മുതിർന്നവരും അടങ്ങുന്ന 25 പേർ സംഘത്തിലുണ്ട്. യാതൊരു വേതനവും കൈപ്പറ്റാതെ 10 വർഷത്തോളമായി തൃപ്രയാർ ശ്രീരാമകൃഷ്ണ ക്ഷേത്രം, തൃശൂർ വടക്കുംനാഥൻ ക്ഷേത്രം തുടങ്ങി കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഇവർ ക്ലീനിംഗ് പ്രവൃത്തികൾ ചെയ്തു വരികയാണെന്നും ഇതൊരു സേവനമായാണ് ചെയ്യുന്നതെന്നും സംഘം പറഞ്ഞു. தமிழ்நாடு அடியார் சங்கம் சார்பாக நாங்கள் இந்த சேவையை செஞ்சிட்ருக்கோம். இங்கே சில அம்பலங்களில் எங்களை கால் பண்ணி கூப்பிட்டா நாங்கள் செஞ்சு கொடுத்துட்ருக்கோம். இந்த மாதிரி சர்வீஸு ஃபுல்லாக இதெல்லாம் சர்வீஸ் தான் ஓரியன்ட். இது
அதுக்கப்புறம் எங்கள் குரூப்பில் ஒரு 25 பேர் இருக்காங்க. குழந்தைங்க பெரியவங்க எல்லோரும் இருக்காங்க. எல்லாம் இங்கே எல்லாம் கோவில்லையே எங்களுக்கு எல்லாம் ப்ரொவைட் பண்ணுறாங்க. ஃபுட்டு, அக்காமடேஷன், மற்ற மெட்டீரியல்ஸ்லாம் நாங்கள் ஏற்பாடு பண்ணி கொண்டு வந்துட்டு இங்கே அம்பலத்தில் எங்கே சர்வீஸ் செய்ய சொல்கிறாங்களோ அதெல்லாம் க்ளீனாக செஞ்சு கொடுத்துட்ருக்கோம். 10 இயர்ஸாக நாங்கள் இதை செஞ்சிட்ருக்கோம் இந்த அம்பலத்தில். அது இல்லாமல் திருப்புரையார், வடக்குநாதர் எங்கே கூப்பிட்றாங்களோ அந்த அம்பலங்களில் செஞ்சிட்ருக்கோம். நாங்கள் இந்த பர்மிஷன் கொடுக்குறவங்க കമ്മിറ്റിക്ക് ഞങ്ങളുടെ നന്ദികളെ തെളിയിച്ചത് ரொம்ப സന്തോഷം. അവണിശ്ശേരി സെന്റ് ജോസഫ് ദേവാലയത്തിലെ വിശുദ്ധ ഔസേപ്പിന്റെ 30ാമത് ഊട്ടുതിരുനാളിന് കൊടിയേറി. ഫാദർ അജിത് തച്ചോത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊടിയേറ്റത്തോടനുബന്ധിച്ച് വിശുദ്ധ ബലി, ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നു. ജനറൽ കൺവീനർ വർഗീസ് കരിയാട്ടി, കൈക്കാരന്മാരായ സ്റ്റെഫിൻ മോയലൻ, ജോസ് മൂർക്കനാടൻ, ജോസ് മേക്കാട്ടുപറമ്പിൽ, ജോയ് കുറ്റിക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു. മുൻ പാർലമെന്റ് അംഗം സാവിത്രി ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. ഡൗൺ സിൻഡ്രോം അവസ്ഥയെ അതിജീവിച്ച എറണാകുളം സ്വദേശി ദിവ്യ ശങ്കറിനെ ചടങ്ങിൽ ആദരിച്ചു. തൊട്ട് സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലെന്നുള്ളതാണ് ഒറ്റ കാരണം അഡാപ്റ്റ് എന്ന ഈ സ്ഥാപനത്തെക്കുറിച്ച് ഞാൻ അറിയാതെ പോയതിന്. പിന്നെ എൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഏതാണ്ട് 90% ഇരിങ്ങാലക്കുടയും ചുറ്റുവട്ടവുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ മാത്രം ആയിരുന്നു. ചരിത്രം സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഉള്ളാലെ ചിരി വന്നു. ഒരർത്ഥത്തിൽ അത് ശരിയാണ്. കാരണം കേരളത്തിൽ നിന്ന് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന 3ാമത്തെ സ്ത്രീയാണ് ഞാൻ. 3ാമത്തെ. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആദ്യത്തെയാണ്. കൃത്യമായിട്ട് അതൊക്കെ ഞാൻ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗമായി ലോകസഭയിലേക്ക് പോകുന്ന ആള് അന്തരിച്ചു പോയ സുശീല ഗോപാലിനാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രാതിനിധ്യം വഹിക്കുന്ന മാന്യ സഹോദരി. രണ്ടാമത് ആ സൗഭാഗ്യം കിട്ടിയത് വനിത കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നാം പറയുന്ന CPI ഇന്ത്യയുടെ പ്രതിനിധിയായി ജയിച്ചുപോയ ഭാർഗവി തങ്കപ്പൻ. മൂന്നാമത് കേരളത്തിൽ നിന്ന് ലോകസഭ കാണുന്ന കോൺഗ്രസിലെ ആദ്യത്തെ വ്യക്തി ഞാൻ തന്നെയാണ്. അഡാപ്റ്റ് പ്രസിഡന്റ് AV സണ്ണി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പന്തളം N സജിത് കുമാർ, വൈസ് പ്രസിഡന്റ് MM വക്കച്ചൻ എന്നിവർ സംസാരിച്ചു. 2 തവണ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് വിജയിയായ ദിവ്യ ശങ്കറിന്റെ നൃത്താവിഷ്കാരം അരങ്ങേറി. അന്തരിച്ച പിതാവിന്റെ ഓർമ്മയ്ക്ക് അമ്മാടത്ത് റോഡ് നിർമ്മിച്ച് മക്കൾ. അമ്മാടം സ്വദേശി പെല്ലിശ്ശേരി വർക്കി പൊറിഞ്ചുവിന്റെ ഓർമ്മയ്ക്കായാണ് 5 ലക്ഷം രൂപ ചിലവിൽ മക്കൾ റോഡ് നിർമ്മിച്ച് നാടിന് സമർപ്പിച്ചത്. അമ്മാടം സ്വദേശിയും പ്രമുഖ കർഷകനുമായിരുന്ന പെല്ലിശ്ശേരി വർക്കി പൊറിഞ്ചു മരിച്ച് 33 വർഷം പിന്നിടുമ്പോഴാണ് അമ്മാടം കോട്ടയിൽ മഠം വഴിയിൽ സ്വന്തം സ്ഥലത്ത് 150 മീറ്റർ ടൈൽ വിരിച്ച് സുന്ദരമാക്കിയ റോഡ് പിതാവിന്റെ ഓർമ്മയ്ക്കായി മക്കൾ പണി കഴിപ്പിച്ചത്. വർക്കി പൊറിഞ്ചു റോഡ് എന്ന നാമകരണവും ചെയ്തു. മക്കളിൽ മൂത്തയാളായ PP ജോയ് റോഡ് ഉദ്ഘാടനം ചെയ്തു. PP ബാബു അധ്യക്ഷത വഹിച്ചു. PP ഡേവിസ്, PP ജോസ്, PP ടോമി, വിൻസെന്റ് ഊക്കൻ, കുസുമം ആന്റണി, മിനി ആന്റണി, ലിംല വിൽസൺ, മാഗി ജോയ്, ആനി ജോസ്, ഫിലോമിന ബാബു, LC ഡേവിസ്, ടെസി ടോമി എന്നിവർ സംസാരിച്ചു. പുത്തൂർ കേരളപ്പഴനി ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൂയ മഹോത്സവവും ഭക്തിസാന്ദ്രമായി. രാവിലെ വിശേഷാൽ പൂജകൾ നടന്നു. 13 ദേശങ്ങളിൽ നിന്നുള്ള സംഘങ്ങളുടെ കാവടിയാട്ടം, ആനപ്പുറത്ത് ഭഗവാനെ എഴുന്നള്ളിപ്പ്, വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രകൾ എന്നിവ നടന്നു. ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു.
ഉത്സവത്തിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞു. കൊറ്റംകുളം വൻപറമ്പിൽ പട്ടശ്ശേരി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊണ്ടുവന്ന മാറാടി ശ്രീ അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ക്ഷേത്രപ്പറമ്പിൽ തളച്ചിരുന്ന ആന എഴുന്നള്ളിപ്പ് തുടങ്ങുന്നതിന് മുൻപ് ഇടഞ്ഞത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. അല്പനേരം ഇടഞ്ഞൂടിയ ആനയെ പാപ്പാന്മാർ ചേർന്ന് തളച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 850 രൂപ, പവന് 64,400 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി കേന്ദ്ര മത്സ്യ സാങ്കേതിക സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ മൂല്യവർദ്ധിത മത്സ്യ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തൽ എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി ആരംഭിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.